കണ്ണൂർ പിണറായി വെണ്ടുട്ടായിയിൽ ബോംബ് കയ്യിലിരുന്ന് പൊട്ടി CPM പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നു. നമ്മുടെ പരിപാടിക്ക് ഒരാളെ കൂടെ വേണമെന്ന് മുതലാളി പറഞ്ഞായിരുന്നല്ലോ. വിശ്വസിക്കാം, നല്ല ചങ്കൂറ്റുവാ, കൂടെ നിൽക്കും. CPM പ്രവർത്തകൻ വിപിൻ രാജിന്റെ കൈപ്പത്തിയാണ് തകർന്നത്. സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് വിപിൻ സ്ഫോടക വസ്തു കയ്യിൽ വെച്ചിരിക്കുന്ന ചിത്രം പുറത്തായി. ഞാനിവിടെ സമാധാനമായിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കില്ലല്ലേ? ഇത് മറ്റൊരു വേർഷനൊക്കെ കൊടുക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ വളരെ കൃത്യമായി അയാളുടെ കയ്യിൽ ആ ബോംബ് ഇരിക്കുന്ന ചിത്രമടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ ആദ്യം തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു തികഞ്ഞ കള്ളനാണ്. കണ്ണൂർ പിണറായി വെണ്ടുട്ടായി എന്ന് പറയുന്ന CPM ശക്തി കേന്ദ്രത്തിൽ അവിടെ CPMകാരന്റെ കയ്യിലിരുന്നാണ് ഈ ബോംബ് പൊട്ടിയത്. ആ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ അയാളുടെ വലത് കൈപ്പത്തി ചിതറിത്തെറിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞു പോയി ആ മനുഷ്യൻ. അതിനിടെ ഇത് പടക്കമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം CPM കേന്ദ്രങ്ങളിൽ നിന്ന് സജീവമായി തന്നെ നടക്കുന്നുണ്ട്. മനുഷ്യരായാല് പറഞ്ഞ വാക്കിന് കുറച്ചൊക്കെ വില വേണം, അല്ലെങ്കിൽ നേരും നെറിയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റൂ. എന്നാൽ ഒരു പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ കൈപ്പത്തി ഇങ്ങനെ ചിതറിപ്പോകുമോ എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായി ഉയരുന്നത്. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നാട്ടിൽ തന്നെ ഇത്തരമൊരു സംഭവം നടന്നു എന്നതിനാൽ അത് പാർട്ടി പ്രവർത്തകർക്കും നേതൃത്വത്തിനും ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യമാണ്. അത് മറച്ചുവെക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരമൊരു പ്രചരണം, അത് പടക്കമാണെന്നുള്ള തരത്തിലുള്ള പ്രചരണം നടത്തുന്നൊരു വിമർശനം കൂടി ഉയർന്നത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത ക്ഷീണം അത് മറച്ചുവെക്കാൻ അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന നിമിഷങ്ങൾ തൊട്ട് CPM കണ്ണൂരിലടക്കം പാനൂരിലടക്കം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നായയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞെന്നിരിക്കും അല്ലേ? ഇതാണ് കൂട്ട. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയമാണ്.